ശിവരാത്രി 2025. അഹം ബ്രഹ്മാസ്മി. നിന്റെ ഉള്ളിലാണ് ബ്രഹ്മം. നീ തന്നെയാണ് അത്. നിന്നെയും ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തിലാണ് നീ. ഇതിനെ അറിയുകയും മറ്റുള്ളവർക്ക് അറിയിക്കുകയും എന്നതാണ് അദ്വൈതം. സൃഷ്ടാവും സൃഷ്ടിയും ഒന്നാണ്. അപ്പോഴെങ്ങനെയാണ് മതവും ജാതിയും? ഭാഷ പോലെ അത് മനുഷ്യ നിർമ്മിതിയാണ്. അതുകൊണ്ട് പ്രയോജനമുള്ളവർക്ക് അതിനെ മുറുകെ പിടിക്കാതെ വയ്യ. ഈ പ്രപഞ്ചത്തിൽ ഉള്ള സകല വസ്തുക്കളും ഒന്നോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്ന് മറ്റൊന്നായി മാറിക്കൊണ്ടിരിക്കുന്നു. സയൻസ് അതുകൊണ്ട് തന്നാൽ മനസ്സിലാക്കാൻ പറ്റുന്നതൊക്കെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ബിഗ് ബാങ് തിയറി പറയുന്നത് ശൂന്യതയിൽ നിന്നും ഉണ്ടായ മഹാവിസ്ഫോടനത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടായതാണ് ഈ പ്രപഞ്ചം. അതിൽ നെബുലകളും നക്ഷത്രങ്ങളും ഗാലക്സികളും ഉണ്ട്. അതിനെ തുടർന്നാണ് കാലം ഉണ്ടായത്. സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ അന്ത്യം ബ്ലാക്ക് ഹോളിലൂടെയാണെന്നും വെളിച്ചമുള്ളിട്ട് സകലത്തിനെയും വിഴുങ്ങുന്ന ഒന്നാണ് ബ്ലാക്ക് ഹോൾ എന്നുമാണ് സയൻസ് പറയുന്നത്. അങ്ങനെ സയൻസ് താൽക്കാലികമായി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് ഫിലോസഫിക്ക് പറയാനുണ്ട് ഒരുപാട്, പ്രത്യേകിച്ച് അദ്വൈതത്തിന്, അദ്വൈതം പ്രചരിപ്പിക്കുന്ന ശൈവത്തിന് ജാതിമത വേർതിരിവുകളില്ല. അങ്ങനെ അദ്വൈതവും ശൈവവും പറയുന്ന പലതും അങ്ങനെയുള്ള പ്രപഞ്ച സത്യങ്ങളെ കണ്ടെത്തി പറയുന്ന മുനികളും സിദ്ധന്മാരും യോഗികളും അവയെ ധ്യാനത്തിലൂടെ അറിഞ്ഞവയാണ്. തൂങ്ങിക്കണ്ടാർ ശിവയോഗവും തമ്മുള്ളി, തൂങ്ങിക്കണ്ടാർ ശിവഭോഗവും തമ്മുള്ളി, തൂങ്ങിക്കണ്ടാർ ശിവലോകവും തമ്മുള്ളി. അങ്ങനെയാണ് യോഗികളും മുനികളും സിദ്ധന്മാരും തന്നിലും പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആദിയും അന്തവുമില്ലാത്ത ജ്യോതിർലിംഗമായ ശിവശക്തിയാണെന്നും ആ ശക്തി തന്നെയാണ് അണുവൈത്തുളൈത്ത് ഏഴ് കടലൈ പുകുത്തിയതെന്നും, എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഒരു അണുവായ ഭൂമിയിൽ അതിനെ തുളച്ച് അതിൻ്റെ ഉള്ളിൽ 7 കടലിനെ സ്ഥിതി ചെയ്യിപ്പിച്ച ശിവശക്തിയാണെന്നും, ഇതുപോലുള്ള പ്രപഞ്ച സത്യങ്ങളെ നമുക്ക് അവരാണ് മനസ്സിലാക്കി തരുന്നത്. നമ്മുടെ മിൽക്കി വേ ഗാലക്സി എന്നാൽ താരാപഥം, അണ്ഡം, അതിനടുത്തുള്ള ആൻഡ്രോമിഡ ഗാലക്സി സ്ഥിതി ചെയ്യുന്നത് 25 ലക്ഷം പ്രകാശ വർഷങ്ങൾക്ക് അപ്പുറമാണ്. ഇതാണ് 2 അണ്ഡങ്ങൾക്ക് ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇതുപോലെ കോടിക്കണക്കിന് അണ്ഡങ്ങളും കോടിക്കണക്കിന് അതുപോലുള്ള അണ്ഡങ്ങൾ ഉള്ളിട്ട അഖിണ്ഡങ്ങളും കോടിക്കണക്കിന് അതുപോലുള്ള അഖിണ്ഡങ്ങൾ ഉള്ളിട്ട അഖിലാണ്ഡങ്ങളും കോടിക്കണക്കിന് അഖിലാണ്ഡങ്ങളെ സദാ ചലിപ്പിച്ച് നൃത്തമാടുന്ന സകല വസ്തുക്കളിലും നിലകൊള്ളുന്ന ശിവശക്തിയാണ് അഖിലാണ്ടേശ്വരൻ. ഈ പ്രപഞ്ച സത്യം മനസ്സിലാക്കുകയും അതിനെ ചലിപ്പിക്കാൻ ആ ശക്തിയെ തപസ്സിലൂടെ തിരിച്ചറിഞ്ഞവരാണ് തിരുമൂലൻ, ഭോഗസിദ്ധർ, ശങ്കരാചാര്യൻ, പരമഹംസൻ, വിവേകാനന്ദൻ, ഗുരുദേവൻ ഉള്ളിട്ട മഹാന്മാർ. അവരൊക്കെയാണ് ശിവരാത്രിയുടെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ആ രാത്രിയിൽ കാളകൂടമായ ബ്ലാക്ക് ഹോൾ പ്രപഞ്ചത്തിൽ ഏതൊക്കെയോ ഗാലക്സികളെ, അണ്ഡങ്ങളെ വിഴുങ്ങാം. അത് കാരണം സകല അഖണ്ഡ അഖിലാണ്ഡങ്ങളിൽ ചില പ്രതിഫലനങ്ങൾ ഉണ്ടാകാം. അത് ഒരറ്റത്ത്
മിൽക്കി വേയിൽ സൂര്യകുടുംബത്തിലുള്ള ഈ ഭൂമിയിലുള്ള മനുഷ്യകുലത്തെ പ്രതികൂലമായി ബാധിക്കാതിരിക്കാനും അതിനെ നമുക്ക് അനുകൂലമായി മാറ്റി എടുക്കാനും നാം ഈ ശിവരാത്രിയിൽ ഉണർന്നിരിക്കണം. പഞ്ചാക്ഷരിയും ചൊല്ലി ഈ ശിവരാത്രിയെ കഴിച്ചു കൂട്ടണം. മറ്റെല്ലാ ശിവരാത്രി പോലല്ല ഈ ശിവരാത്രി. 144 വർഷങ്ങൾക്ക് ശേഷമുള്ള മഹാകുംഭമേളയോട് അനുബന്ധിച്ച് വരുന്ന ശിവരാത്രി. പ്രയാഗിൽ 60 കോടി ഭക്തർ കഴിഞ്ഞ 45 ദിവസങ്ങളിലായി ഏകദേശം ഒരു മണ്ഡലകാലമായി പുണ്യസ്നാനം നടത്തി തയ്യാറെടുത്ത ശിവരാത്രിയാണിത്. ഭൂമിയുടെ ജനസംഖ്യയിൽ 1/10 പേരുടെ ശക്തി ലഭിച്ച ശിവരാത്രി. ഈ ശിവരാത്രിയിൽ മനുഷ്യരൂപത്തിൽ ജീവിച്ചിരിക്കുന്നത് തന്നെ പുണ്യമാണ്. ഇന്ന് ശിവാലയ ദർശനം നടത്തി, പറ്റിയാൽ ശിവാലയ ഓട്ടം തന്നെ നടത്തി, നമഃശിവായ മന്ത്രം ചൊല്ലി സകല ജീവജാലങ്ങൾക്കും നന്മയുണ്ടാകാൻ പ്രാർത്ഥിച്ച് നമ്മുടെ ജന്മ സാഫല്യം നേടാനുള്ള അസുലഭ ദിനമാണ് ഇന്ന്. അങ്ങനെ നാനാത്വത്തിൽ ഏകത്വം എന്ന അദ്വൈത സിദ്ധാന്തം പ്രാവർത്തികമാക്കപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ശിവരാത്രി. ഓം നമഃ ശിവായ.